ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ നല്ല മഴയുള്ള ഒരു ദിവസമാണെന്ന്. അപ്പോൾ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്, അത് ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ അനയും ബീഫൊക്കെ വാങ്ങി വന്നിട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ അത് കുറച്ച് വരട്ടിയിട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല എല്ലില്ലാത്ത ബീഫാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് വരട്ടിൻ്റെ എടുത്താൽ ചെറുതാക്കി മുറിച്ച് വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവിടെ നിന്ന് എനിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതി അവിടെ നിന്ന് തന്നെ അമ്മ അത് മുറിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞു. അവിടുത്തെ ആൾക്കാർ, കടയിലത്തെ ആൾക്കാരോട് പറഞ്ഞു. അങ്ങനെ അനിയൻ വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ. നല്ല മഴയായിട്ട് പുറത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. നല്ല മഴ ഇങ്ങനെ ഇപ്പോൾ പെയ്യുന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ് മഴ. അങ്ങനെ ബീഫൊക്കെ ഞാൻ പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് ഇങ്ങനെ ഒന്നും കൂടി ചെറുതാക്കാമെന്ന് വിചാരിച്ചോ. ചെറുതാക്കി ഇരിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. ഇതൊക്കെ നല്ല ബീഫ് നമുക്കിത് വരട്ടിയെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം കേട്ടോ. ബീഫ് ഉണ്ടാക്കുന്ന ഇടയിൽ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് കഴിച്ചിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അതവിടെ കിടന്ന് വേവട്ടെ. ബീഫൊക്കെ ആവുന്നതിന് മുന്നേ നല്ല വിശപ്പ്. അത് എങ്ങനത്തേനാണല്ലോ, എപ്പോൾ വീട്ടിൽ ബീഫോ ചിക്കനോ എന്തെങ്കിലും കൊടുത്താൽ നല്ല വിശപ്പായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുക. ചിലപ്പോൾ ചോറ് തന്നെ അപ്പം കിട്ടാൻ തോന്നും. 12 മണി ആകുമ്പോഴേക്കും തന്നെ നമുക്ക് വിശപ്പ് തുടങ്ങുമല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ബീഫ് ആവാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതിയിട്ട് ചായയും കേട്ടോ ഈ മിച്ചർ കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടമാണ്? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ മിച്ചർ കഴിക്കാൻ. ഉണ്ടോ, ഈ മിച്ചറും ചായയും കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇപ്പുറത്ത് നൂഡിൽസ് ഉണ്ട്. ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അവർക്കിത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. ഇത് കഴിക്കണം. നൂഡിൽസ് ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് ഉണ്ടാക്കുന്ന ഇടയിൽ കൂടെ. അപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇതപ്പോൾ കുട്ടികൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ എങ്ങനെയുണ്ട് നൂഡിൽസ്? ഇതുണ്ടോ ഫിഷ് ഏടുന്ന രസമുണ്ട്. ഞാനും പോയിട്ട് കുറച്ച് ചായയും ആ മിച്ചറും കഴിക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ട്. എന്താ അറിയില്ല എന്താ. അപ്പോൾ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇന്നാണെങ്കിൽ പുറത്ത് നല്ല മഴ കേട്ടോ. ചായ മഴ. നമുക്ക് ബീഫ് നന്നാക്കി ഇതാ കുക്കറിലിട്ടിട്ടൊരു 10 വിസിലടുപ്പിക്കട്ടോ. എന്നാൽ നന്നായി ബീഫ് വേവുള്ളൂ. അപ്പം നല്ല വരട്ടിയെടുക്കാം ബീഫ് കേട്ടോ. അപ്പം നമുക്ക് നന്നാക്കിയാലോ. വേണ്ട, നല്ല എല്ലില്ലാത്ത പീസുകളാട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൽ വന്നാലാട്ടോ ഇതൊക്കെ കഴിക്കുള്ളൂ. ഏട്ടൻ്റെ വീട്ടിൽ ഇതൊന്നും കഴിക്കൂല കേട്ടോ. അവിടെ ഇതൊന്നും കയറ്റൂല. വീട്ടിലേക്ക് കയറ്റൂല. അതൊന്നും അവരത് കഴിക്കൂല. ഞാൻ തന്നെ കഴിക്കുള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ബീഫ് ഇഷ്ടമുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നന്നാക്കല്ലേ. കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അമ്മ ചെറിയ കഷ്ണമാക്കിയിട്ട് തന്നെ അവരോട് തരാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് അത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ നന്നാക്കി എടുക്കാൻ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിങ്ങനെ നന്നാക്കി എടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് പെട്ടെന്ന് തന്നെയാണ് കുഞ്ഞ പീസാക്കിയിട്ട് നന്നാക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ബീഫ് ഇഷ്ടമുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റിൽ പറയുക. ഇന്ന് ഞാൻ ഇത് എൻ്റെ വീട്ടിലല്ലേ. അപ്പം ഇന്ന് ഞാൻ അങ്ങടെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകും. ഏട്ടൻ ഒരു വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരും. എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരും. 2 ദിവസം സ്കൂളില്ലാത്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്.
ഇപ്പം ഇവിടെ ആരും ഇല്ല കേട്ടോ, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ ജോലിക്ക് പോയി, ആരുമില്ല. അപ്പോൾ എല്ലാവരും തിരിക്കും. അപ്പോൾ ഇന്ന് പോയപ്പോൾ ഇപ്പം എനിക്ക് ബീഫും വാങ്ങി തന്നിട്ട് പോയതാണ്. അപ്പം നന്നാക്കട്ടെ കേട്ടോ. നന്നാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതങ്ങനെ ബീഫൊക്കെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് എടുത്തിട്ട് ഒരു 10 വിസിലടുപ്പിക്കാം കേട്ടോ. നമുക്കതിൽ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടെടുക്കാം കേട്ടോ. കുറച്ച് ഇട്ടിട്ടൊരു 10 വിസിലടുപ്പിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇവിടെ വെച്ച അമ്മ വെച്ച സാധനങ്ങളൊന്നും എനിക്കറിയില്ല. ഒന്ന് തപ്പി നോക്കണം. ഇവിടെ വന്നാൽ പണികളൊന്നും എടുക്കില്ലല്ലോ, അതൊന്നൊരു സംഭവം എവിടെയെന്ന് പോലും എനിക്കറിയില്ല. നോക്കട്ടെ കേട്ടോ. മല്ലിപ്പൊടി, മല്ലിപ്പൊടിയല്ല, മീറ്റ് മസാല. നമുക്ക് കുറച്ച് മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കാം. കിടക്കട്ടെ, ടേസ്റ്റ് കൂടിക്കോളും. മല്ലിപ്പൊടി കിട്ടി ഗൈസ്, കൈ കൊണ്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 10 വിസിലടുപ്പിക്കാം കേട്ടോ. അവിടത്തേക്കട്ടെ. പ്രധാനപ്പെട്ട ഒരു സാധനം മറന്നുപോയി, ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ട കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. പുട്ട അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാ. വളരെ കുറച്ച് മതി. നമുക്ക് ഇനി വരട്ടുമ്പോൾ കുറച്ച് തോനപ്പിടാം. ഓക്കെ, നമുക്കത് അടച്ചിട്ട് കാണിക്കാം. നിങ്ങൾ ആരെങ്കിലും പച്ച ഇറച്ചി കഴിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ബീഫൊക്കെ കാണുമ്പോൾ പച്ചയ്ക്ക് കഴിക്കാൻ തോന്നൂട്ടാ. ഇല്ല, കഴിക്കില്ല. നമുക്കത് വേവിച്ച് കഴിക്കട്ടാ. കാണുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ തോന്നും. നല്ല സ്മെല്ല്, പാലിൻ്റെ സ്മെല്ല്. അത് കാണുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ തോന്നും, പക്ഷേ അത് കഴിക്കില്ല. കുറേ പേര് കഴിച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി ബീഫാണോ എന്താണെന്നറിയില്ല, എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിക്കില്ല. നമുക്കത് വേവിച്ച് വരട്ടിയെടുത്ത് കഴിക്കാം. ഓക്കെ, കത്തിക്കാം. ഇനി ഒരു 10 വിസിലടക്കിടന്ന് അടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വെറുതെ അങ്ങോട്ട് നടക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കട്ടോ, അല്ലേ അമ്മേൻ്റെ അടുത്ത് ചീത്ത കേൾക്കും. അപ്പോൾ ബൈ ബൈ. നീ അവിടെ കിടന്ന് തിളച്ചോ. പക്ഷേ വെന്തോ. ബൈ ബൈ. ഇത് മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് അധികം ഇങ്ങനെയാണ് കേട്ടോ അമ്മ മേടിക്കാറ് ഇവിടെ. ഇതാകുമ്പോൾ നമുക്ക് ചതയ്ക്കേണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് ഇട്ട് കൊടുത്താൽ പോരെ, സിമ്പിളാണ്. ഇനി ഇത് മൊത്തം നമുക്ക് നന്നാക്കണം, വരട്ടിയെടുക്കണ്ടേ. പൊൾക്കാമോൺ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നമ്മളെ മക്കൾസ് എന്താ കാട്ടുന്നു പോയി നോക്കാട്ടാ. ഹലോ, എന്താ കാട്ടുന്നു നോക്കിയപ്പോൾ 2 പേര് നല്ല ചിത്രം വരയിലാണ്. ഇതെന്താ പൊന്നെ എഴുതണത്? എന്താ എഴുതണത്? അത് ചെയ്യാ. ഇത് കുട്ടികളെ പിന്നെ ഹോംവർക്കൊക്കെ ഒറ്റയ്ക്ക് ചെയ്താവട്ടെ. ഒരാളെന്താ ചെയ്യട്ടെ, ചിത്രം വരയിലാണ്. എന്താ പൊന്നെ വരച്ച നോക്കട്ടെ. കൊള, അത് ശരി. അവിടെ കൊളാക്കട്ടാ. ആ, നമുക്ക് കാണിച്ചെടുത്തു. ഇതുണ്ടോ നിങ്ങൾ വരച്ച ചിത്രം? നിങ്ങളത് കമന്റ് ചെയ്തിട്ടത് എങ്ങനെയുണ്ട് വരച്ചതെന്ന്. പറയ്, എന്ത് ചെയ്യണ്ടേ? ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. എല്ലാതും ചെയ്യല്ലേ. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു, പിന്നെ മഴയൊന്നുമില്ല, പിന്നെ മഴയൊക്കെ കുറഞ്ഞു. അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിലത്തെ കഴിഞ്ഞ് ഇനി ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. 2 ദിവസത്തെ ലീവിന് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. അവിടെ എന്താ സ്പെഷ്യലാവുക ഞായറാഴ്ച ആയിട്ട്? അവിടെ നാത്തൂനൊക്കെ വന്നെന്ന് പറഞ്ഞിരുന്നു.
എന്താണെന്നറിയത്തില്ല. ഇനി ഒരു 5 മണി 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് പോകട്ടാം, വീട്ടിലോട്ട് പോകും. ഇതങ്ങനെ വിസിലടിച്ചിട്ടാം. ഇപ്പം എത്രയാണ്, 3ാമത്തെ വിസിലാണ് പഠിക്കുന്നത്. ഇനി എത്ര വിസിലടിക്കണം? 7 വിസിലും കൂടി നമുക്ക് അടുപ്പിച്ചേട്ടാ. അപ്പോൾ ഈ കരിയാഞ്ഞ മതി. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കരിയാഞ്ഞ മതി. ഉള്ളിയൊക്കെ അതങ്ങനെ അരിഞ്ഞെടുക്കണം. മല്ലിച്ചപ്പ് ഉള്ളി എല്ലാതും അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് കാണാം. അപ്പം പടക്കാൻ പറ്റി. അപ്പം നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഉള്ളി തക്കാളി അരിഞ്ഞെടുക്കാതെ ഞാൻ സ്പീഡ് കൂട്ടി അറിയില്ല കേട്ടോ. സ്പീഡിൽ അരിയണം കേട്ടോ. എക്സ്പെർട്ട് ആയി എന്തോ. കുക്കർ ഞാൻ ഓഫാക്കി കേട്ടോ. ഇനി ഇത് കരിഞ്ഞോ ഇല്ലയെന്ന് അറിയില്ല. ഞാൻ അധികം വെള്ളം ഒഴിക്കാത്തതൊന്നും അതിനെപ്പറ്റി വല്ലാണ്ട് അറിയില്ല. അപ്പോൾ അത് ഓഫാക്കിയിട്ടുണ്ട്. ആകെ 4 വിസിൽ അടിച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയും കൂടി അടിക്കാണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. ഞാൻ അത്യാവശ്യം ഇതിൽ മറ്റേതിൽ ഉപ്പിട്ടുകൊണ്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാൻ മതി. ഇത്തിരി, വളരെ കുറച്ച്. ടേസ്റ്റിക്ക് ഇത് പിടിക്കാം. ഇതവിടെ കിടന്ന് പക്ഷേ വാടട്ടെ. ഇതൊന്ന് തുറന്ന് നോക്കാം. ആവി പോയിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് തുറന്ന് നോക്കാം, അല്ലെങ്കിൽ പൊട്ടി തെറിച്ചാലോ. അപ്പോൾ ഈ ബീഫ് വന്നിട്ടില്ല. ഒന്നും കൂടി ഇനി വിസിലടിക്കും. വെള്ളം ഉണ്ട് കേട്ടോ. ഞാൻ വെള്ളം ഇല്ലയെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വെള്ളം ഉണ്ട്. വേവ് കുറവാണ്. ഒന്നാമത് പല്ലിൻ്റെ മുകളിൽ ക്ലിപ്പായതുകൊണ്ട് ഒരു സാധനം കഴിക്കാൻ പറ്റൂല. 4 വർഷമായി. അപ്പോൾ ഇന്നേ വരെ. അപ്പോൾ പൊട്ടും എന്നുള്ള പേടിയായിട്ട് ഞാൻ ഒന്നും ഇങ്ങനെ കടിക്കാറില്ല വല്ലാണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല വേവിച്ചിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അമ്മ വന്നിട്ട് അമ്മ ജോലി കഴിഞ്ഞാൽ പണി ഉണ്ടാക്കില്ല. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പണിയില്ലല്ലോ. നമ്മൾ വൃത്തിയുടെ നമ്മളെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ല. നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. നമ്മൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് വൃത്തി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാതും നമുക്ക് വൃത്തിക്ക് കൊടുക്കാം. അപ്പോൾ അടുക്കള വൃത്തിയായിട്ട് കേട്ടോ. ഇത് വേവില്ല. കുറേ നേരമായി, 4 വിസിലായി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് വേവും. കഴിയാനേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ വൃത്തിയാക്കി നമ്മൾ തന്നെ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് വേവട്ടെ. നമുക്കത് അടച്ച്
കണ്ടോ, എല്ലാവരും കണ്ടോളൂ. ഞാനതാ വൃത്തിയേടാക്കിയത് ഞാൻ തന്നെ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമ്മൾ ബീഫ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി ഇത് ഞങ്ങൾ ആക്കി വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നല്ല വറ്റിയിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ ആക്കാനാണ് ഞാൻ വിചാരിക്കേണ്ടത്. എങ്ങനെയുണ്ട് ഗൈസ്? ഇതാപ്പോഴേക്ക് ഞാൻ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത് രണ്ടാളൂടെ കുളിച്ച് റെഡി ആയി നോക്കട്ടെ. മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. സിന്ദരി കുട്ടികളായിനല്ല, മേക്കപ്പൊക്കെ റെഡി ആയിട്ട് വന്നിട്ടത്. അപ്പോൾ അതാ നമ്മളെ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളെ ഇങ്ങനെയാ അപ്പൊ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.